നമസ്കാരം. സോംജിസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ച സംഭവബഹുലമായി കടന്നുപോയി. താരിഫ് യുദ്ധം അങ്ങനെ മുറയ്ക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തിങ്കളാഴ്ച 21,845 കാണിച്ച നിഫ്റ്റി അതൊക്കെ നികത്തി 22,828 ക്ലോസ് ചെയ്തതെന്ന് നമുക്കറിയാം. ഏകദേശം 1000 പോയിന്റോളം നഷ്ടത്തിൽ നിന്ന് കരകയറി വന്നിട്ടുണ്ട്. 22,828 ക്ലോസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രതീക്ഷ നൽകുന്ന സംഖ്യയാണ്. 28,800 കടന്ന് ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് ആ പ്രതീക്ഷയ്ക്ക് കാരണം. താരിഫ് യുദ്ധത്തിനൊന്നും മാറ്റമൊന്നും വന്നില്ല. ട്രംപ് 3 മാസത്തേക്ക് താരിഫ് യുദ്ധം നിർത്തിവെച്ചു എന്നുള്ളതാണ് ഒരു പോസിറ്റീവായി കണ്ടത് വാർത്ത. അതോടെ അമേരിക്കൻ മാർക്കറ്റുകൾ കുതിച്ചു കയറുകയുണ്ടായി. വീണ്ടും ചൈന താരിഫ് കൂട്ടി 125% എത്തിച്ചിരിക്കുകയാണ് അമേരിക്കയ്ക്കെതിരെയുള്ള താരിഫ്. അത് ഏകദേശം അവിടെ നിൽക്കുമെന്നാണ് ചൈന പറയുന്നത്. ഞങ്ങൾ ഇനി കൂട്ടുകയില്ല, ഇനിയുള്ള കൂട്ടുകളെല്ലാം വെറും തമാശകളായി ചൈന കരുതുന്നുള്ളൂ എന്ന് അവർ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ട്രംപിനെ കളിയാക്കുന്ന രീതിയിൽ തന്നെയാണത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ലോക സാമ്പത്തിക ക്രമത്തെയും സാമ്പത്തിക രംഗത്തെയും അടിയുലയ്ക്കുന്ന രീതിയിൽ പിടിച്ചു കുലുക്കാൻ ട്രംപിനായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് എങ്ങനെ പര്യവസാനിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. നമ്മുടെ മാർക്കറ്റുകൾ അതിൽ പ്രതീക്ഷ വച്ച് പുലർത്തുന്നത് പോലെയാണ് വെള്ളിയാഴ്ചത്തെ നേട്ടങ്ങൾ കാണിക്കുന്നത്. പല മേഖലകളിലും ഇന്ത്യക്ക് നേട്ടമായി തീരും ഈ താരിഫ് യുദ്ധമെന്നും ചൈനയ്ക്കെതിരെയുള്ള താരിഫ് ഇന്ത്യക്ക് നേട്ടമായി തീരാനാണ് എല്ലാ സാധ്യതയുമെന്നും പലരും കണക്ക് കൂട്ടുന്നുണ്ട്. എങ്ങനെയായി തീരുമെന്ന് കണ്ടറിയണം. എന്നാൽ തന്നെയും സാധാരണഗതിയിൽ നോക്കുന്ന ആർക്കും മനസ്സിലാകുന്നത് ഇന്ത്യക്ക് നേട്ടമാകുമെന്ന് തന്നെയാണ്. കാരണം ചൈനയെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചൈനയ്ക്ക് പകരമായി ഒരു സംഗതി ഇല്ലാതെ അമേരിക്കയ്ക്ക് നിലനിൽപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല. അമേരിക്കൻ നിത്യോപയോഗ യൂസ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ ചൈനയിൽ നിന്ന് ചെല്ലുന്നതാണ്. അവയ്ക്ക് പകരം കിട്ടാതെ വരുമ്പോൾ US-ലുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അതിനെ തരണം ചെയ്യുക ട്രംപിന് അത്ര എളുപ്പമാവുകയില്ല. അപ്പോൾ അതിന് പകരം സാധനങ്ങൾ എത്തിക്കേണ്ടി വരും. അത് ഇന്ത്യക്ക് ഗുണപ്രദമായി തീരും എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ചില സംഭവങ്ങൾ നമ്മൾക്കൊന്ന് നോക്കാം. RBI 40,000 കോടി രൂപ മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് ഗവൺമെന്റിന്റെ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. 40,000 കോടി രൂപ നേരത്തെ അനൗൺസ് ചെയ്തിരുന്ന പ്രക്രിയയാണ്. അത് കഴിഞ്ഞ ആഴ്ച അവർ ലേലം ചെയ്തിരിക്കുന്നു 40,000 കോടി രൂപയുടെ ബോണ്ടുകൾ എന്നാണ് മനസ്സിലാകുന്നത്. അത് മാർക്കറ്റിലെ ലിക്വിഡിറ്റി കൂട്ടുന്നതിന് വളരെ സഹായകരമായിരിക്കും. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ലിക്വിഡിറ്റി കുറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ആയിരുന്ന സമയത്തും പക്ഷെ വേറൊരു റിപ്പോർട്ട് വരുന്നത് ബാങ്കുകളുടെ ലോൺ കൊടുക്കൽ കൂടിയിട്ടുണ്ട് എന്നാണ്. പണം ലഭ്യത കുറഞ്ഞിരുന്ന സമയത്ത് പോലും ഈ തവണ ബാങ്കുകളുടെ മിക്കവരുടെയും ലോൺ കൊടുക്കുന്നത് കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ലോൺ ഡിസ്ബേഴ്സ്മെന്റ് കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ബാങ്കുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ബാങ്കുകളുടെ ക്വാർട്ടറിലെ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. HDFC ബാങ്കിന്റെയൊക്കെ അടുത്ത ആഴ്ച വരും, അപ്പോഴറിയാം. പക്ഷെ ബാങ്കുകളുടെ ലോൺ ഡിസ്ബേഴ്സ്മെന്റ് കൂടിയിട്ടുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി കൂടുകയും കൂടെ ചെയ്യുമ്പോൾ തീർച്ചയായും ബാങ്കുകൾക്ക് ലോൺ കൊടുക്കൽ കൂടാൻ നല്ല സാധ്യത കാണുന്നുണ്ട് അടുത്ത ക്വാർട്ടറിലേക്ക് എന്നെനിക്ക് തോന്നുന്നു. മറ്റൊന്ന് മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ വാർഷിക വളർച്ചാ നിരക്കുകളൊക്കെ ആംഫി പുറത്തുവിട്ടിട്ടുണ്ട്. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സിന്റെ
ആളുകൾ അത് പുറത്തു വിട്ടിട്ടുണ്ട്. 23% വളർച്ചയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ കാഴ്ചവെച്ചതെന്നാണ് പറയുന്നത്. അതായത് മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള വരവ്, അതായത് ജനത്തിന്റെ ക്യാഷ് വന്നത് 23% കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 65 ലക്ഷത്തി പരം രൂപ ആണ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആയി നിൽക്കുന്നത്. 65.7 lakh crore ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ കയ്യിലുള്ളത്. അപ്പോൾ അതൊരു 23% വളർച്ചയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കാഴ്ചവെച്ചത് എന്ന് പറയുന്നു. അതുപോലെ ആ പോർട്ട്ഫോളിയോയുടെ വർധന, പോർട്ട്ഫോളിയോ 23.5 കോടി പോർട്ട്ഫോളിയോയാണ് ഇപ്പോഴുള്ളത്. അതിലേതാണ്ട് 16.5 കോടി ഉള്ളത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ കൈകാര്യം ചെയ്യുന്നതാണ്. അതിനുവേണ്ടി അക്കൗണ്ട് തുറന്നവരാണ് 16.5 കോടി ആളുകൾ. അതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്ന്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ കഴിഞ്ഞ മാർച്ചിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന SIPയുടെ എമൗണ്ടിന് വലിയ വ്യത്യാസമൊന്നും വന്നില്ല, ചെറുതായി താണിട്ടുണ്ട്. ഒരു 60 കോടിയോളം രൂപ കുറവാണ് വന്ന്. 26,000 തന്നെ നിൽക്കുന്നു. മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഒഴുക്ക് 25,996 കഴിഞ്ഞ ഫെബ്രുവരിയിൽ വന്നെങ്കിൽ ഈ തവണ അതൊരു 25,926 നിൽക്കുന്നു. അത്രയും വ്യത്യാസമേ ഉള്ളൂ. അത് കണക്കിലെടുക്കാവുന്ന ഒരു വ്യത്യാസമാണെന്ന് തോന്നുന്നില്ല. ആരും അങ്ങനെ മ്യൂച്വൽ ഫണ്ടിന്റെ SIP ഒന്നും നിർത്തി പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് ക്യാഷ് കുറയ്ക്കാനും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാർക്കറ്റ് ഇങ്ങനെയുള്ള ചാഞ്ചാട്ടം കാണിക്കുന്ന സമയത്തും അത് തുടരുന്നുണ്ട് ആളുകൾ. അതാണ് അതിന്റെ ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്ന് വന്ന IIP ഡാറ്റയാണ്. IIP ഡാറ്റ കഴിഞ്ഞ 6 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് IIP ഡാറ്റാസ് വന്നിരിക്കുന്നത്. 6.9% ആണ് നമ്മളുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ ഡേറ്റ കയറിയിട്ടുള്ളൂ. കഴിഞ്ഞ മാസം അത് 5.2% ആയിരുന്നു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അപ്പോൾ അതിന് ഒരു കുറവ് വന്നിട്ടുണ്ട്. 6 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. 2.9% ആയി മാറി. ഇതൊക്കെയാണ് മാർക്കറ്റിലെ വിശേഷങ്ങൾ. മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളായതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഈ IIP ഡാറ്റയാണെങ്കിലും മറ്റേ മ്യൂച്വൽ ഫണ്ട് ഡാറ്റാസ് ആണെങ്കിലും ഇതൊക്കെ മാർക്കറ്റിനെ നേരെ തന്നെ സ്വാധീനിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അതിന്റെ റിപ്പോർട്ടുകൾ നന്നായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ കൂടി വരുമ്പോൾ മാർക്കറ്റ് ബെറ്റർ ആവുന്നു എന്ന് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി ഞാനിന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളുടെ താരിഫ് യുദ്ധത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. താരിഫ് യുദ്ധം കനക്കുമ്പോൾ മറ്റു രാഷ്ട്രങ്ങൾക്ക് എല്ലാം ഏർപ്പെടുത്തിയിരുന്ന താരിഫിനും 90 ദിവസത്തെ ഇളവ് കൊടുത്തെങ്കിലും ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് യാതൊരു ഇളവും കൊടുത്തിട്ടില്ല. 145% മാറ്റി ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് ഏർപ്പെടുത്തുന്ന ചുങ്കം. ചൈന തിരിച്ച് 125% മാറ്റി. ഇത്തരം പ്രവണതകൾ ഒരു ശരിയായ ഒരു സാമ്പത്തിക രംഗത്തെ നമുക്ക് മുന്നിൽ പ്രതിദാനം ചെയ്യുന്നില്ല ഈ ട്രംപിന്റെ താരിഫൊന്നും. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതൊന്നും ആയിരിക്കില്ല. ഈ വാക്കിലും ഒക്കെയുള്ള വീരവാദങ്ങളിലും അടങ്ങുന്ന രീതിയിലാവില്ല സാമ്പത്തിക രംഗം പ്രതികരിക്കുക എന്നുള്ളതാണ് വസ്തുത. ചൈനയ്ക്ക് ഇതൊരു പ്രഹരം തന്നെ ആയിരിക്കും എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ തിരിച്ച് അമേരിക്ക അതിൽ കൂടുതൽ പ്രതിസന്ധിയിലാവുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അമേരിക്കയുടെ പല സംവിധാനങ്ങളെയും ഉലയ്ക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കാൻ ചൈനയ്ക്ക് ആകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ ബോണ്ടുകൾ വിറ്റ് ഒഴിവാക്കിയാൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന ക്ഷീണം പെട്ടെന്നൊന്നും തീർക്കാനാവില്ല. ഡോളറിന്റെ വിലയിൽ വരുന്ന വ്യത്യാസം, അതുപോലെ ഡോളർ സെല്ല് ചെയ്യാൻ തുടങ്ങിയാൽ ഇതൊന്നും നമ്മളുടെ കണക്കുകൂട്ടലുകളിൽ നിൽക്കുന്നതല്ല, ട്രംപിന്റെ കണക്കുകൂട്ടലുകളിൽ നിൽക്കുന്നതല്ല. പക്ഷെ ആ രീതിയിലേക്കൊന്നും പോവുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
മാർക്കറ്റിൽ ഇന്ത്യക്ക് എപ്പോഴും പ്രതീക്ഷയുടേതായ ഒരു വഴിയുണ്ട്, അല്ലെങ്കിൽ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതിനൊരു സംശയവുമില്ല. നിങ്ങൾ ശക്തമായി മാർക്കറ്റിനെ പിന്തുടരുക, നിക്ഷേപങ്ങൾ തുടരുന്നതും തന്നെയാണ് നല്ലത്. മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ശക്തമായി നമുക്ക് ഇടപെടാവുന്ന കുറേ കാര്യങ്ങളും കുറേ നല്ല ഷെയറുകളുണ്ട്. അവയിലേക്ക് നിങ്ങളുടെ നോട്ടം എത്തട്ടെ. ഒന്ന്, ഒരു 2 ഷെയറുകളുടെ ഇതേക്കുറിച്ച് ഞാൻ പറയാം. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, അമേരിക്കയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ നിർമ്മിക്കുന്ന കമ്പനികളാണ്. ഇലക്ട്രോണിക്സ് കമ്പോണൻസ് നിർമ്മിക്കുന്ന കമ്പനികൾ. അവയുടെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അവയൊക്കെ ശക്തമായി മുന്നേറി. അത് ഏറ്റവും 52 വീക്ക് ലോയിൽ കിടന്നതാണ്. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ല രീതിയിൽ മുന്നേറുകയുണ്ടായി. അപ്പോൾ ആ രീതിയിലേക്ക് വന്ന 2 ഷെയറുകൾ നിങ്ങൾ ഡിക്സൺ ടെക്നോളജി ആണെന്ന്, മറ്റൊന്ന് കൈൻസ് ടെക്നോളജീസ്. ഈ 2 കമ്പനികളും ഡിക്സൺ ടെക്നോളജീസ് 987 രൂപയോളമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കയറിയത്. അത് അതിൻ്റെ 52 വീക്ക് ലോയിലായിരുന്നു. ഇപ്പോൾ അത് നിൽക്കുന്നത് 14,260 രൂപയിൽ നിൽക്കുന്നു. 14,360 രൂപയിലായിരുന്നു അതിന് മുമ്പത്തെ ദിവസത്തെ ക്ലോസിങ്. അത് അത്രയും കയറിയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. അതിന് കാരണം ഇതാണ്, അമേരിക്കയ്ക്ക് ആവശ്യമായി വരുന്ന ഇലക്ട്രോണിക് സാധനങ്ങളെ, അതായത് നമ്മുടെ ഐഫോണൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് ഈ ഡിക്സൺ ടെക്നോളജീസ്. അവരാണ് ആപ്പിളിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്നത്. അങ്ങനെയുള്ള കമ്പനിയാണ്. അപ്പോൾ അതിലൊക്കെ ചൈനയിൽ നിന്ന് അങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനാവാതെ വരുമ്പോൾ ആ പ്രൊഡക്ഷൻ കൂടി നമ്മളുടെ ഇവിടെ വേക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ വരുമാനം അവർക്ക് വർദ്ധിക്കാനുള്ളത് കൊണ്ടാണ്, ഓർഡറുകൾ കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വർധനയുണ്ടായത്. അങ്ങനെയുള്ള ഒരു കമ്പനി കൂടിയുണ്ട്, അതായത് കൈൻസ് ടെക്നോളജീസ്. അതും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഉയർന്നിരുന്ന ഒരു ഷെയറാണ്. അത് താഴോട്ട് വന്നു. ഇപ്പോഴത് 5,092 രൂപയിലാണ് ഈ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 7,824 ലോ എന്ന് പറയുന്നത് 2,424. ഇപ്പോൾ നിൽക്കുന്നത് 5,092 രൂപയിലാണ്. ഇപ്പോഴും അതിൽ നിക്ഷേപ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വ്യത്യസ്തമായ രീതിയിൽ ആയതുകൊണ്ട്, സാമ്പത്തിക രംഗം വരുന്നത് കൊണ്ടാണ്. അതായത് ഇപ്പോൾ കൂടുതൽ ഉൽപ്പാദനം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഓർഡറുകൾ പ്രതീക്ഷിക്കുന്നു, ഓർഡറുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അവരുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചൈനീസിനെ ചെറിയ രീതിയിലൊക്കെ ബ്ലോക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ഇവരിലേക്ക് കൂടുതൽ ഓർഡറുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിക്സൺ ടെക്നോളജീസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കമ്പനിയാവും, എല്ലാവരും ശ്രദ്ധിക്കുന്ന കമ്പനിയാണ് ഈ മിഡ് ക്യാപ്പ് ടെക്നോളജി കമ്പനികൾ. അപ്പോൾ ഇവരിലൊക്കെ നമ്മളുടെ ഒരു ശ്രദ്ധ ഇരിക്കട്ടെ. അടുത്ത ഈ ട്രേഡ് വാറൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആപ്പിളിനൊക്കെ അതിൻ്റെ ഉൽപ്പാദനം ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ആക്കേണ്ടി വരും. അങ്ങനെ ആക്കുന്ന സമയത്ത് ഇവർക്കായിരിക്കും കൂടുതൽ കോൺട്രാക്റ്റ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ ഉൽപ്പാദനത്തിന് വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്തൊരു സാമ്പത്തിക വർഷമെങ്കിൽ. അതൊക്കെയാണ് ഇതിൻ്റെ വിലയെ സ്വാധീനിച്ചത് കഴിഞ്ഞ ദിവസം. ആ രീതിയിൽ അത് ഉയരുകയുണ്ടായി. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഡിക്സൺ ടെക്നോളജീസ് ആൻഡ് കൈൻസ് ടെക്നോളജീസ്. ഇത്തരം ഓഹരികൾക്ക് അടുത്ത ഒരു സാധ്യത ലിസ്റ്റിൽ വരുന്നതാണ്. ഏറ്റവും കൂടിയ ഊർജത്തോടെ അതിന് ഇൻഡെക്സിൽ കയറ്റിക്കൊണ്ടു പോകുന്നവരിൽ ചിലരായിരിക്കും ഇവരൊക്കെ അടുത്ത കാലഘട്ടങ്ങളിൽ. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സഹായങ്ങളാണ് എൻ്റെ ശക്തി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻ്റ് ഇട്ടും ഒക്കെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.